ഹലോ, ഇപ്പം ഞങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടി വി മേടിച്ചപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് പറയാനാണ് ഞാൻ വന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടി വി മേടിച്ചു ഞങ്ങൾ. നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി ആയിരുന്നു. ഡെലിവറി സ്മൂത്ത് ആയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഇൻസ്റ്റലേഷൻ ആയിരുന്നു. അപ്പോൾ ഇൻസ്റ്റലേഷൻ്റെ ദിവസം നമുക്ക് തലേ ദിവസം നമുക്ക് മെസ്സേജ് വന്നു, നമ്മൾ അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ച് അവൈലബിൾ ആണെന്ന് കൊടുത്തു. ഒരാളുടെ പേര് ആദർശം എന്നൊക്കെയാണ് എന്നാണ് തോന്നുന്നു ആളുടെ പേര്. ഇന്ന ടെക്നീഷ്യൻ വരും, ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. GVS എന്ന് പറഞ്ഞ ടീമാണ് നമുക്ക് ഇൻസ്റ്റലേഷന് വരുന്നത്. അത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു തേർഡ് പാർട്ടി ടീമാണ്. ഈ ഒരു ടെക്നിക്കൽ ടീമാണ് ഇത് പോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവർ കറക്റ്റ് ആ സമയത്ത് തന്നെ വന്നു. 2 പേരുണ്ടായിരുന്നു. ടി വി ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 299 രൂപ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പേ ചെയ്തു. അപ്പം നമ്മൾ വാൾ മൗണ്ട് വേണമെന്ന് പറഞ്ഞു. വാൾ മൗണ്ട് സാധാരണ നമ്മൾ ഓൺലൈനിൽ നിന്ന് വല്ലതും മേടിക്കുവാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന സാധനമാണ്. 300-400 രൂപയുടെ ഉള്ളിലുള്ളൂ. വാൾ മൗണ്ടിന് 699 രൂപ എക്സ്ട്രാ പേ ചെയ്യണം എന്ന് പറഞ്ഞു. അത് നമ്മൾ പേ ചെയ്തു. അപ്പോൾ അതിന് മുന്നേ അവർ വാൾ മൗണ്ട് ചെയ്യണോ, അത് എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കണോ, വേണമെങ്കിൽ ടി വി നമ്മൾ സാധാരണ ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ വേണമെങ്കിൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുത്താൽ ഫിസിക്കൽ ഡാമേജ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ചെറിയ കൺഫ്യൂഷനായി, എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കണോ വാൾ മൗണ്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും വാൾ മൗണ്ട് ചെയ്യാൻ. കാര്യം കൊച്ചുള്ളതുകൊണ്ട് നമുക്ക് വാൾ മൗണ്ട് ചെയ്യണം, കാര്യം അതാണ് സേഫ്. അപ്പോൾ വാൾ മൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വാൾ മൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എക്സ്റ്റെൻഡ് വാറണ്ടിയുടെ കാര്യം ഇവർ പറഞ്ഞു. നമുക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇവർ പിന്നെയും കൺവിൻസ് ചെയ്തു, കുറേ കൺവിൻസ് ചെയ്തു. എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റിയാൽ, പാനലിന് എന്തെങ്കിലും പറ്റിയാൽ, അപ്പോൾ ഈ ഫിസിക്കൽ ഡാമേജ് എല്ലാം കവർ ചെയ്യും. അല്ലാത്ത വാറണ്ടിയിൽ ഇതൊന്നും കവർ ആവില്ല. അപ്പോൾ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കവർ ആവുമെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ അത്ര അങ്ങനെ പിടിച്ചില്ല. ഒരു സുഖമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട. ഹസ്ബൻഡ് എന്നോട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാ വെറുതെ, ഇപ്പോൾ വാൾ മൗണ്ട് ചെയ്തല്ലോ, നമുക്ക് വേണ്ട. കാര്യം നമ്മൾ റെന്റിനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓൾറെഡി നമുക്ക് ഓണർ തന്ന ടി വി കൊച്ചടിച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ടി വി വാങ്ങിക്കുന്നത്. അപ്പോൾ എപ്പോഴായാലും നമ്മൾ ഈ ടി വി ഓണർക്ക് പകരം കൊടുത്തിട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമൊന്നും സംഭവിക്കില്ലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ഇയാൾ പിന്നെ നമ്മൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എടുക്കും മാഡം നല്ലതാണ്, 500 രൂപയാണ് എക്സ്റ്റെൻഡ് വാറണ്ടിയുടെ എമൗണ്ട് ഇയാൾ പറയണേ. അപ്പം ഞാൻ വേണ്ട, എക്സ്ട്രാ 500 രൂപയെങ്കിലും നമ്മൾ കൊടുത്ത് വെറുതെ എക്സ്റ്റെൻഡ് വാറണ്ടി വേണ്ട എന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ഇയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്ക് എടുത്താലോ, ഇരിക്കട്ടെ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, 500 രൂപ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എന്നാൽ മാഡം ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാം, 300 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 500 രൂപ സാധനം 300 രൂപയ്ക്ക് എങ്ങനെ തരുന്നത്? അപ്പോൾ പറഞ്ഞു അത് 200 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് ഡിസ്കൗണ്ട് ചെയ്യണതാണ്, ശരിക്കും 500 രൂപയാണ്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഡിസ്കൗണ്ട് ചെയ്യണതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അങ്ങനെ അത്ര സുഖമായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു മാഡം എടുക്ക്, കാര്യം പാനലിനൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മറ്റേ വാറണ്ടിയിൽ അത് പറ്റില്ല, ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും. ഇപ്പം ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി അത് കവർ ആവും. അപ്പോൾ ഞാൻ കവർ ആവും, അതിനകത്ത് മറ്റേ വാറണ്ടിയിൽ അത് പെടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ സാരില്ല, എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പേ ചെയ്ത് 300 രൂപ അതിന് പേ ചെയ്തിട്ട് എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്താൽ നമുക്ക് തെളിവ് വേണമല്ലോ, നമുക്ക് എന്തെങ്കിലും വോയിസോ അങ്ങനെ എന്തെങ്കിലും തരുമെന്ന് വെച്ചപ്പോൾ തരും എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് മൊബൈലിലേക്ക്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്, എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വന്നു, ഇൻവോയ്സ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇൻവോയ്സിൻ്റെ ലിങ്ക് അപ്പോൾ തന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോൾ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. ഞാൻ പറഞ്ഞാൽ ഓപ്പൺ ആവണില്ല ലിങ്ക്. അപ്പോൾ പറഞ്ഞാൽ അത് മെസ്സേജിൽ തന്നെ ലിങ്ക് ഓപ്പൺ ആവില്ല, മെയിലിൽ തന്നെ ലിങ്ക് ഓപ്പൺ ആവുള്ളൂ, മെയിൽ വരും എന്ന് പറഞ്ഞു. മെയിൽ വന്നില്ലേ, ചെക്ക് ചെയ്യും. ഞാൻ മെയിൽ വന്നില്ല, ഇതുവരെ മെയിൽ വന്നില്ല. അപ്പോൾ പറഞ്ഞു അത് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയിരിക്കും, മെയിൽ വരും, മാഡത്തിൻ്റെ മെയിൽ ID യിലേക്ക് വരും, ഞങ്ങൾ തിരിച്ച് പോയിട്ട് ഓഫീസിൽ വന്നിട്ട് ഇന്ന് തന്നെ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, മെയിൽ ID ഒന്നും കൂടി അയാൾക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ അയാളുടെ ഫോണിൽ ഒന്നുകൂടി മെയിൽ ID ടൈപ്പ് ചെയ്ത്, ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് അയാൾക്ക് കൊടുത്തു. അയാളുടെ ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അയാൾ പോയി. അന്നത്തെ ദിവസം ഇൻവോയ്സ് ഇല്ല, കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇൻവോയ്സ് ഇല്ല, ഒന്നും മെയിൽ വരുന്നില്ല, ഇയാളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പറില്ല. അപ്പോൾ നമ്മൾ ഇയാൾ വിളിച്ച ഈ സ്ഥലം നമ്മൾ ലൊക്കേഷൻ ചോദിച്ച് വിളിച്ച നമ്പറിലേക്ക് ഞാൻ തിരിച്ച് വിളിച്ചു. അത് പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെ എന്തോ നമ്പറാണെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കുന്ന ഫോണായിരിക്കും ചിലപ്പോൾ. അതൊരു റെക്കോർഡ് കോൾ പോലെ പോയിട്ട് കുറേ നേരം ബെല്ലടിക്കും, എടുക്കില്ല. അതിൽ കുറേ തവണ വിളിച്ചു എടുക്കണില്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ കുറേ ദിവസം കംപ്ലയിൻറ്റ് എസ്കലേറ്റ് ആയിപ്പോൾ കുറേ പ്രാവശ്യം എന്നെ കസ്റ്റമർ കെയർ വിളിക്കുന്നു. എല്ലാവരോടും ഞാൻ ഇതന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അവരെനിക്ക് മോട്ടറോളയുടെ നമ്പർ, മോട്ടറോള ടിവിയാണ് നമ്മൾ മേടിച്ചത്, മോട്ടറോളക്കാരുടെ നമ്പർ തരുന്നു കസ്റ്റമർ കെയറിൽ. അവർ എനിക്ക് മോട്ടറോള ആയിട്ടുള്ള ഇഷ്യൂ അല്ല, എനിക്ക് ഇതുപോലെ ടെക്നിക്കൽ ടീമായിട്ടുള്ള ഇഷ്യൂ ആണ്, GVS എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ടീമായിട്ടുള്ള ഇഷ്യൂ ആണ്, അതിനുള്ള സൊല്യൂഷനാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എസ്കലേറ്റ് ചെയ്ത് വിടുന്നു ഇഷ്യൂ. കുറേ ഫ്ലിപ്കാർട്ട് എസ്കലേറ്റ് പല കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് തന്നെ വിളിച്ചു. ഞാനിത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും പ്രശ്നം ഓരോരുത്തരോട് പറയുന്നു. ലാസ്റ്റ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് എസ്കലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല മാഡം, കാര്യം ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഇഷ്യൂ അല്ല, ഇത് വേറെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇഷ്യൂ, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അത് എസ്കലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇഷ്യൂ, ഇത് നിങ്ങൾ
പുറത്തുനിന്ന് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്താണ് ഓൺലൈനായിട്ട് എടുത്തല്ല, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അവർ പറയുമ്പോൾ അത് ശരിയാണ്, നമ്മളെ ഭാഗത്താണ് തെറ്റ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പുറത്തുനിന്ന് ഒരിക്കലും എക്സ്റ്റൻഡ് വാറണ്ടി ഇതുപോലെ അവർ പറഞ്ഞു ഇത് എടുക്കാൻ പാടില്ല, എടുക്കുവാണെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞു ശരി, ഇപ്പം ഞാനെന്താ ചെയ്യുന്നത്, ഞാൻ എടുത്തു പോയി, എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിപ്പോയി, ഇതിന് എന്തെങ്കിലും ആക്ഷൻ, അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞാൻ GVS എന്ന് പറഞ്ഞ ടീമിനെ ഓരോ ഇലക്ട്രോണിക് ഐറ്റംസും ഇതുപോലുള്ള ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, വിടുമ്പോൾ ആയാലും ഇതിൻ്റെ ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളത് ഫ്ലിപ്കാർട്ടിനെ അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അത് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. ചെയ്തോ ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞങ്ങൾ തപ്പിയിരുന്ന് അയാൾക്ക് ഗൂഗിൾ പേ ചെയ്ത ഒരു സ്കാനറിലാണ് ഗൂഗിൾ പേ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തപ്പി ആ കോഡിൽ നിന്ന് നമ്മളൊരു ഫോൺ നമ്പർ തപ്പി പിടിച്ചെടുത്ത് എന്നിട്ട് വിളിച്ചു. ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇയാളെ കിട്ടി. ഇയാളുടെ പേര് ആകാശം എന്നാണ്. അപ്പോൾ ഇയാളെ കിട്ടിയപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അത് അയക്കാം, എത്രയോ നാളെ കേട്ടോ, എന്നിട്ട് ഇതുവരെയായിട്ട് അയച്ചില്ല. അയക്കാം, നാളെ തന്നെ അയക്കാമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ അയക്കാം, നാളെ തന്നെ അയക്കാം എന്നൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞു ഇപ്പം തന്നെ അയക്കാം, എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം വിളിച്ചത്. അയാൾക്ക് പിന്നെയും മെയിൽ ID ഫോൺ നമ്പറും ഒക്കെ വാട്സപ്പ് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് അയാൾ മെസ്സേജ് കണ്ടു. അന്നും വന്നില്ല, പിറ്റേ ദിവസം വന്നില്ല. പിന്നെ വീണ്ടും വിളിച്ചു, ഫോൺ എടുക്കണില്ല. ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ഞാൻ അന്ന് ഇച്ചിരി ദേഷ്യത്തിലാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഞങ്ങളെ സ്കാം ചെയ്യാൻ നോക്കുവാണോ, ഇതെന്താ ഇതിങ്ങനെ, എത്ര പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഷെയർ ചെയ്തു മെയിൽ ID ഇതൊക്കെ, എന്താ തരാത്ത. പിന്നെ മാഡം അങ്ങനെയല്ല, അത് ഞാൻ അടുത്ത ദിവസം ഓഫീസ് തുറക്കുമ്പോൾ 10 മണി അല്ലെങ്കിൽ മാക്സിമം 12 മണി അതിനുള്ളിൽ അയക്കാം. എനിക്കറിയായിരുന്നു അയക്കില്ല എന്നുള്ളത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയക്കും, ഇൻവോയ്സ് അയക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നാളെ 10 മണി, എനിക്ക് അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നാളെ 10 മണിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അയക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 10 മണിയായപ്പോൾ സാധനം വന്നില്ല. പിറ്റേ ദിവസം ഫുൾ ഡേ സാധനം വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം വന്നില്ല. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കില്ല. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മെസ്സേജ് കാണുന്നുണ്ട്, പക്ഷേ റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ മെസ്സേജ് അയക്കുന്നു, റിപ്ലൈ ഇല്ല. ഹസ്ബൻഡ് മെസ്സേജ് അയക്കുന്നു, ഹസ്ബൻഡ് മെസ്സേജ് കാണുന്നില്ല. ഹസ്ബൻഡ് വിളിക്കുന്നു, അയാൾ ഫോൺ എടുക്കുന്നില്ല. പലതവണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു, അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 300 രൂപ പോയി, അത് പോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ GVS എന്ന് പറയുന്ന ടീം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മേടിച്ച് GVS ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നെങ്കിൽ, ഇതുപോലെ ആരെങ്കിലും എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന സമയത്ത് പറയുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ആരും GVS എന്നല്ല, ഏത് ടീം വന്നാലും എക്സ്റ്റൻഡ് വാറണ്ടി ഓഫ്ലൈനായിട്ട് എടുക്കാൻ പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ആരും എടുക്കരുത്. എടുക്കുവാണെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കരുത്. ഇവരെ ഒന്ന് വിശ്വസിച്ച് ഇവർക്ക് ആ 300 രൂപ കൊണ്ട് അവൻ പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റരുത്. ഓക്കെ.